ഇന്ന് രാവിലത്തെ ചായക്കടി എന്ന് പറയുന്നത് തക്കാളി ചട്നിയും ഉഴുന്ന് ദോശയാട്ടാ. എൻ്റെ ഫേവറേറ്റ് ആണ് തക്കാളി ചട്നി ഉഴുന്ന് ദോശയും. പ്രത്യേകിച്ച് തക്കാളിക്കൊക്കെ വില കൂടിയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തത് ഒരു തക്കാളിയും പിന്നെ പകുതി ഉള്ളി, പച്ചമുളക് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഭയങ്കര എരിവായിരിക്കും. എന്തായാലും നമ്മൾ മുളക് പൊടി ഇടുമല്ലോ, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഉപയോഗിക്കാറില്ല. പിന്നെ അതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുഞ്ഞി കഷ്ണം വറ്റൽ മുളക് ഇട്ടില്ല കേട്ടോ. അത് കാശ്മീരി അല്ല, അതുകൊണ്ട് ഞാൻ ഒന്നേ ഇടുന്നുള്ളൂ. നല്ല എരിവായിരിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടത് ഞാൻ ഇട്ടത്. എന്തായാലും മറ്റേ മുളക് ഇട്ടല്ലോ, അപ്പോൾ എന്തായാലും എരിവ് ഉണ്ടാവും. അപ്പോൾ കാശ്മീരിയാണ് ഇട്ടത്. പിന്നെ അത് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കാട്ടെ. ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അത് പറയാൻ മറന്നുപോയി. കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടാട്ടോ അതിന് ഇങ്ങനത്തെ ഒരു നല്ല കളറുള്ളത്. അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് കളറൊന്നും ഉണ്ടാവില്ല, ഒരു ലൈറ്റ് കളർ. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടുള്ളൂ, അപ്പോൾ ഇതുപോലത്തെ നല്ല കളർ കിട്ടും. അപ്പോൾ കാണാനും ഒരു രസമല്ലേ. ഇതിലേക്ക് കടു വറുത്തിട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം. ഞാൻ ആദ്യം വഴറ്റുമ്പോൾ ഇട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാൻ. കുറച്ച് ചൂടാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പം ഞാൻ അരി അരച്ച് വെക്കുന്നത് 2-3 ദിവസത്തേക്കുള്ള ഒന്നിച്ച് അരച്ച് വെക്കുക. ചില സമയത്ത് ഞാൻ അരി പൊതിർക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഞാൻ മറന്നു. അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഒന്നിച്ച് അരച്ച് വെക്കാം. ഈ പേന മാറ്റാറായി എന്ന് എനിക്കറിയാം, ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ യൂട്യൂബിൽ എപ്പോൾ ഒരു വീഡിയോ നോക്കുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഇതേപോലെ കോട്ടിങ് ഇളകി പോയാൽ ആരോഗ്യത്തിന് നല്ലതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് തൽക്കാലം അത് വരുന്നവരെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വന്നിട്ടാകുമ്പോൾ നമുക്ക് പുതിയ പാനിൽ ചൂടാലോ. അപ്പം ഞാൻ എനിക്കുള്ള ദോശ കേട്ടോ ചൂടുന്നത്. ഏട്ടനുള്ള ദോശ ഞാൻ പോകാൻ നേരത്തെ ചൂടോടെ കൊടുക്കുക. വെറുതെ തണിഞ്ഞ ദോശ കൊടുക്കുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അപ്പം പോകുന്ന നേരത്തിന് ആ സമയത്ത് ഞാൻ ചുട്ടു കൊടുക്കാറുള്ളൂ. ഇന്ന് കെട്ടിയോന് കൊടുക്കാണ്ട് തിന്നറെന്നൊന്നും വിചാരിക്കറട്ടെ. കാരണം ഏട്ടൻ 11 മണിയാകുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ആ 10:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ അതുവരെ വിശന്നിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ ദോശ ഞാൻ വേഗം ചുട്ടിട്ട് കഴിക്കാനിരിക്കുമല്ലോ. പോരാത്തതിന് PCODൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ പിന്നെ കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഏട്ടന് മുട്ട പുഴുങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മുട്ട അങ്ങനെ ഡെയിലി കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് പുഴുങ്ങാനുള്ള മുട്ട വേഗം കുക്കറിൽ വെച്ചു. എനിക്കുള്ള ദോശയും തക്കാളി ചട്നിയും എടുത്തിട്ട് കഴിക്കാൻ പോകാൻ നോക്കല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല. രാവിലെ ചായ കുടിക്കുന്നത് നല്ലതല്ല എന്നൊരു വീഡിയോയിൽ ഞാൻ കേട്ടു. അപ്പോൾ അതിന് ശേഷം ഞാൻ ചായ കുടിക്കാറില്ല. എപ്പോഴും ചൂടുവെള്ളമായിരിക്കും. എന്നാൽ ഞാൻ പോയി ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ എന്നും കാണാം കേട്ടോ.